ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഒരു ഹർത്താലിൻ്റെ പ്രതീതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം 10 പ്രതിപക്ഷ യൂണിയനുകളാണ് ഈ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BMS വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഈ 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനം അത് ഉറപ്പായും ഒരു ഹർത്താലിന് സമാനമായ പ്രതീതി എന്തായാലും ഉണ്ടാക്കും. പാൽ, പത്രം, ആംബുലൻസ്, ആശുപത്രി തുടങ്ങിയ അത്യാവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് വരും മണിക്കൂറുകളിൽ ഈ ദേശീയ പണിമുടക്ക് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അർജിത്ത്, അതായത് ഇപ്പം നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഇവിടേക്ക് ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ട്രെയിനുകൾ എത്താനുണ്ട്. അപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് പോകാൻ ഉള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് ഇത്തരത്തിൽ KSRTC ബസ്സുകൾ കൂടുതലായിട്ട് സർവീസ് നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ ചില KSRTC ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ പോലീസിൻ്റെ സഹായം ഉണ്ടാകാറുണ്ട്. പോലീസിൻ്റെ പ്രത്യേക വാഹനങ്ങൾ ഇതിനായിട്ട് വിവിധ മേഖലയിലേക്ക് പോകാനായിട്ട് ഒരുക്കാറുണ്ട്. കൂടാതെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഈ ബസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാനുകളും ഒക്കെ ഒരുക്കാറുണ്ട്. ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ ആളുകൾക്ക് യഥേഷ്ടം എവിടേക്കാണ് പോകേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പം ഓട്ടോ വ്യാപകമായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഓട്ടോയെയുമാണ്. അത്തരത്തിൽ ഓട്ടോ കൂടുതലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് ഓട്ടോയിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇവിടെ കച്ചവടം നടത്തുന്ന ആളല്ലേ, എങ്ങനെ രാവിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നോ? കൂടുതലായിട്ട് വരാൻ ആയിട്ടില്ല, ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഏതാ ട്രെയിൻ വരാനുണ്ടോ? ഇപ്പോൾ ഒരു തിരുവനന്തപുരം ട്രെയിൻ വരാണ്ട്, ഇനി അത് വന്നാൽ ആളാവും. ഇതുവരെ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഇവിടെ ഓടുന്നത് കണ്ടില്ല. ഓട്ടോറിക്ഷ മാത്രമല്ല വേറെ ഒന്നും ഓടിയിട്ടില്ല. ഇല്ല. മലയാളിയാണോ? എവിടുന്നാ? ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പം എവിടേക്ക് പോകാനാ? ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. കോഴിക്കോടാണ്? കോഴിക്കോടാ സാർ. അപ്പം ഇനിയിപ്പം ആരെങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ കൂട്ടാൻ വരുന്നുണ്ട്. ഇന്ന് പണിമുടക്കുള്ള കാര്യം അറിയാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിമുടക്കാണ്, രാവിലെ എന്താ ചെയ്യാന്ന് വെച്ചാൽ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിച്ച് ഇങ്ങോട്ട് ഇതാക്കിയതാണ്. അങ്ങനെ. എവിടേക്കാ പോകാനുള്ളത്? ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ്. എവിടേക്ക്, ഏത് ഭാഗത്തേക്കാ? കോഴിക്കോട് പെരുമണ്ണ ടൗൺ ഏരിയയിൽ തന്നെ. ടൗൺ ഏരിയ തന്നെ. അപ്പം നമുക്കിതാ നമ്മളെ ഓട്ടോ തൊഴിലാളികളുണ്ട്. ഇന്ന് നിങ്ങള് പണിമുടക്കൊന്നുമില്ലേ? അതൊന്നും കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ്. ഇപ്പം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ വരെ നമ്മൾ ഓടും. അങ്ങനെയാണ്. അതായത് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങള്? പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓടാൻ നിൽക്കില്ലല്ലോ. യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. മറ്റുള്ള ആളുകൾ വന്നിട്ട് നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും. അതുവരെ നമ്മൾ ഓടി കൊടുക്കും. എങ്ങനെ ആളുകൾ വന്നു തുടങ്ങിയോ? അവിടെ റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാണ്, ട്രെയിനിൽ ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് സംഭവം. ഇപ്പം ഇങ്ങനെ ഒറ്റയും തെറ്റിയും വരുന്നുണ്ട്, വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ രാത്രി ഇട്ടതാണ്. അപ്പൊ ഈ ലൈന് പോയില്ല. നൈറ്റ് ഓടുന്ന വണ്ടികൾ, നൈറ്റിൽ ഓടുന്ന വണ്ടികളാണ്. അപ്പൊ നൈറ്റിലുള്ള ഓടുകൾ കുറച്ച് നേരം ലൈനിലിട്ടിട്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടിയെടുത്ത് പോകും. അങ്ങനെയാണ് രജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നമുക്കറിയാം ഓട്ടോ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ നൈറ്റ് സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും പ്രതിഷേധവുമായി ആരെങ്കിലും വരികയാണെങ്കിൽ സർവീസ് നിർത്തും. അതല്ലെങ്കിൽ ഓട്ടോ ഓടാൻ തന്നെയാണ് ഇപ്പം ഓട്ടോ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാവുക. അപ്പം അവർക്ക് അവരുടെ യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി ഓട്ടോ സർവീസ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അവർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അവരുടെ ഭാഗത്തു നിന്നുള്ള സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളത്. ജീപ്പ്, അതുപോലെ തന്നെ ചില മിനി വാനുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആളുകളെ യഥേഷ്ടം അവരുടെ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയും ഇവിടെ നിന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഈ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചതായതുകൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ആളുകൾ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകാം. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ ട്രെയിനുകൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് എത്തിച്ചേരും. ആ ഘട്ടത്തിലാകും നമുക്ക് ഇതിൻ്റെ ഒരു രൂക്ഷത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ആളുകളെ ഇത് ബാധിച്ചു എന്ന സംബന്ധിച്ച് പറയാനുള്ള വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തടയുകയാണെങ്കിൽ അവരപ്പോൾ പണിമുടക്കി മാറി നിൽക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിൽ ആകും എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.